നമ്മളിപ്പം സിനിമയിലൊക്കെ പറഞ്ഞ സിനിമയിലും വെബ് സീരീസിലൊക്കെ കാണിക്കുന്നത് ജസ്റ്റ് ഈ പറഞ്ഞ ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ റിയൽ ആയിട്ട് നടക്കുന്നത് വേറെയാണ്. ആ കത്തി ഞാൻ ഒളിപ്പിച്ചായിരിക്കും, അത് എന്നെ കൊണ്ട് എടുപ്പിക്കണം. അതായത് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതും സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ഒന്നാണെന്നാണ്. അവർ മേളിൽ പോയി ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഡ്രിങ്ക്സ് കഴിച്ച് അവരവിടെ അത്യാവശ്യം ആടിപ്പാടി പ്രശ്നം ഉണ്ടാവാതെ പോകുന്നു. പക്ഷെ പിറ്റേ ദിവസം വരുന്ന നോക്കുമ്പോൾ ഒരാള് നിലത്ത് വീണ് മരിച്ചു കിടക്കുന്നു. വീണ്ടും അഞ്ചാം പാതിരയിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അതില് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അൻവർ ഹുസൈൻ അദ്ദേഹം ആണെങ്കിൽ ജയിലിൽ പോയിട്ട് ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിനെ കാണുന്നുണ്ട്. റപ്പർ ചന്ദ്രൻ എന്താണെന്നോട് പേര്. സോ ഞാൻ ചോദിച്ചു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുന്നിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പം കോർട്ട് വെഡിക്റ്റിലാണല്ലോ ഇവര് അകത്ത് പോകുന്നത്. ചിലപ്പം അവരുടെ സാഹചര്യം കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യം കൊണ്ട് ചെയ്തൊരു തെറ്റായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം തെളിവുകൾ കൊണ്ട് അയാൾ പ്രതിയാക്കപ്പെട്ടതായിരിക്കാം. അതും നമ്മൾ കാണാറുണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ആസ് എ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്? എങ്ങനെയായിരിക്കും നമ്മുടെ ഇന്ററാക്ഷൻ എൻ്റയർലി ഡിഫറെന്റ് ആണല്ലോ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലല്ലോ. സോ ഫോറൻസിക് സൈക്കോളജിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ എപ്പോഴും പറയും ക്ലിനിക്കൽ അസസ്മെന്റ് ഇസ് ഡിഫറെന്റ്, ഫോറൻസിക് അസസ്മെന്റ് ഇസ് ഡിഫറെന്റ്. രണ്ടാണ്. ഓക്കെ. നമ്മളിപ്പം സിനിമയിലൊക്കെ പറഞ്ഞ സിനിമയിലും വെബ് സീരീസിലൊക്കെ കാണിക്കുന്നത് ജസ്റ്റ് ഈ പറഞ്ഞ ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ റിയൽ ആയിട്ട് നടക്കുന്നത് വേറെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പോൾ ഒരു കേസ് ഇപ്പം അക്കോർഡിംഗ് ടു ഭാരതീയ ന്യായ സംഹിത ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ ഈവൻ CRPC ഓൾസോ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. അതായത് FIR ഇട്ട് വിത്തിൻ 90 days നമ്മൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. നമ്മൾ ചാർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഒഫൻഡർ എന്ന് പറയാൻ പറ്റില്ല, സസ്പെക്റ്റിന് ബൈ ഡിഫോൾട്ട് ബെയിൽ കിട്ടും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പല കേസുകളിലും ഇപ്പൊ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ വേണ്ട, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ അസസ്മെന്റ് വേണ്ട കേസുകളിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു ഫോറൻസിക് ഇവാലുവേഷൻ നടക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പ്രശ്നമാണ്, ടൈം. കാരണം നമുക്ക് ഒരു സാധാരണ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുന്ന പോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈനർ സൈക്കോട്ടിക് ഇഷ്യൂസ് ആയിക്കോട്ടെ, നമുക്ക് പ്രൊഫൈൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ ക്യാൻ ബി നോർമൽ, ക്യാൻ ബി അബ്നോർമൽ. രണ്ടും ആവാം. ചിലപ്പം ഒരു പറഞ്ഞ പോലെ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറോ, അല്ലെങ്കിൽ പാരനോയിഡ് സ്കിസോഫ്രീനിയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധാരണ ഡിപ്രഷനോ ആൻസൈറ്റിയോ ഉള്ള വ്യക്തിയാകാം. അപ്പം ഇവരെ കൃത്യമായിട്ട് പ്രൊഫൈൽ ചെയ്യുക എന്നുള്ളത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പെർമിഷൻ കിട്ടണം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഗെറ്റ് എ പെർമിഷൻ ഫ്രം ദ കോർട്ട് ഓഫ് ലോ. കോടതിയുടെ അനുവാദം ഇല്ല നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്, എസ്പെഷ്യലി ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് ഒരുപാട് ഉണ്ട്. ഓക്കെ, എന്റെ ഒരു റിസർച്ച് പോലും അങ്ങനെയാണ് തള്ളിപ്പോകുന്നത്, അതിലേക്ക് ഞാൻ വരാം. സോ നമുക്ക് പെർമിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ സാധാരണ ഒരു ക്ലിനിക്കിൽ ഒരു നമ്മുടെ ക്ലയന്റ് വരുന്ന പോലെ എല്ലാ ദിവസവും പറയാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ചെന്ന് ജയിലിൽ ചെന്ന് ഒരു സാധാരണ ഒരു സെഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 45 minutes, മാക്സിമം 40 to 45 minutes. നമുക്ക് ഒരു പ്രോപ്പർ റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയം എടുക്കും. ശരിയാണ്, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പം പലപ്പോഴും ചില കേസുകളിൽ ഡെഫിനറ്റ്ലി ഒരു മാക്സിമം 4-5 ദിവസം അല്ലെ 6 ദിവസം. പക്ഷെ അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളതാണ് ചോദ്യം. കാരണം ഒരു പ്രോപ്പർ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ക്ലിനിക്കൽ അസസ്മെന്റിൽ നമ്മളിപ്പം സാധാരണ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു പേഷ്യന്റ്, ഒരു സ്കിസോഫ്രീനിക് പേഷ്യന്റ് വരുന്നു. ആ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലേറ്റീവോ ഫ്രണ്ട്സോ ആയിരിക്കാം. നമുക്ക് ആ പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് വേണ്ട ഇൻഫോർമേഷൻസ് ഈ വ്യക്തിയെ പറ്റി കൊടുക്കാൻ ആരുണ്ടാവും? ഈ പറഞ്ഞ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും, ഇൻഫോർമൻസ് ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ ഫോറൻസിക് പേഷ്യന്റിലോ ചിലപ്പോ ഒരു പോലീസ് കൊണ്ടിരുന്നു വിചാരിക്കുക, പോലീസിന് ഈ പ്രതിയെ പറ്റി എന്തറിയാം? ഫാമിലി മെമ്പേഴ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആരും ഇല്ല. അപ്പം വി നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ ചെയ്യും ഡെഫിനറ്റ്ലി, ബട്ട് വാട്ട് അബൌട്ട് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി ഇല്ലേ, അത് എവിടെ നിന്ന് വരും? ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി, അതൊക്കെ എവിടെ നിന്ന് കിട്ടും? സോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ പ്രൊഫൈലിംഗിൽ തന്നെ, അല്ലെങ്കിൽ ഇനീഷ്യൽ അസസ്മെന്റിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ക്ലിനിക്കൽ അസസ്മെന്റ് അതില്ല. ക്ലിനിക്കൽ അസസ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം ആ വ്യക്തിയുടെ ചിലപ്പം നമുക്ക് പേരൻസ് ഉണ്ടാവും,
അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, നെയ്ബേഴ്സ്. സെറ്റിംഗ് കൂടെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നല്ലേ, നമ്മളെ മറ്റേ അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി, കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ, പർട്ടിക്കുലർ ആംബിയൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതെ. കാരണം പല കേസുകളിലും നമ്മളിപ്പം കാണുമ്പം ചെയ്യുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് നമ്മളെ കാണുന്നത് ഒരു പോലീസുകാരനായിട്ടാണ്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, റാപ്പോ ബിൽഡിങ്ങിനകത്ത് വരുമ്പം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മളെ അവര് കാണുന്ന ഒരു പോലീസുകാരനായിട്ടാണ്, അല്ലെ നമ്മൾ വേഷം മാറി ചെന്ന പോലീസുകാരനായിട്ടാണ് നമ്മളെയും കാണുന്നത്. അവർക്കറിയാം, ഡെഫിനറ്റ്ലി അവർക്ക് ആ പെർസെപ്ഷൻ ഉണ്ട്. സോ ആ പെർസെപ്ഷനെ ബ്രേക്ക് ചെയ്യാൻ നല്ല സമയം എടുക്കും. സോ വൈ ഷുഡ് ഐ ടെൽ യു? നിയമത്തിൽ തന്നെ റൈറ്റ് ടു റിമെയിൻ സൈലൻസ് ഉണ്ട്, റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പറയാം വാട്ട് എവർ അവർ കൺഫെഷൻ മീഡ് ടു പോലീസ് ഓഫീസർ ഇസ് ഇമ്മെറ്റീരിയൽ. കാരണം പോലീസിനോട് പറയുന്ന കൺഫെഷൻ അത് കോടതിക്കില്ല, കോടതി ചെന്ന് അണ്ടർ ഓത്ത് കൺഫസ് ചെയ്യണം. കൺഫെഷൻ ആണെങ്കിൽ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 27 റിക്കവറി, പണ്ടത്തെ ഇപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഇപ്പത്തെ ഞാൻ ഓർക്കുന്നില്ല, 27 റിക്കവറി എന്ന് പറയും. അതായത് ഞാനൊരു കൺഫസ് ചെയ്തു, ഞാനാണ് കുറ്റം ചെയ്തതെന്ന് ഞാൻ പോലീസുകാരോട് പറയുന്നു. നമ്മളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ, അതിൽ എവിഡൻസ് ആണെങ്കിൽ പോലീസുകാര് ക്രൈം സീനിൽ ചെന്ന് ഞാൻ എവിടെയാണോ ഇപ്പം ഞാൻ ഒരു വ്യക്തിയെ കുത്തിക്കൊന്നു, ആ കത്തി ഞാൻ ഒളിപ്പിച്ചായിരിക്കും, അത് എന്നെ കൊണ്ട് എടുപ്പിക്കണം. അതിനാണ് നമ്മൾ 27 റിക്കവറി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സെഷനിൽ ഭാരതീയ സാക്ഷി അധീനത്തിൽ ഏതാണെന്ന് എനിക്കതിൽ ഓർമ്മയില്ല. നേരത്തെ 27 റിക്കവറി ആയിരുന്നു. അത് എവിഡൻസ് ആണ്. അതായത് ഞാൻ കൺഫസ് ചെയ്യുന്നു, മെറ്റീരിയൽ എവിഡൻസ് പോലീസ് സെർച്ച് ചെയ്ത് പിടിക്കണം. That is accepted. That is not a problem. That is accepted by the court of law. പക്ഷെ വേറെ ഒന്നും അക്സെപ്റ്റഡ് അല്ല. ഈവൻ സൈക്കോളജിക്കൽ റിപ്പോർട്ട് പോലും ഇതിനെ ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് കോടതി കാണില്ല. സപ്ലിമെന്ററി എവിഡൻസ്. ഇതിനെ നമ്മൾ കൊറോബറേറ്റീവ് എവിഡൻസ് ആണ്. കൊറോബറേറ്റീവ് എവിഡൻസ്, സപ്ലിമെന്ററി എന്നല്ല, കൊറോബറേറ്റീവ് എവിഡൻസ്. പലതരത്തിലുള്ള എവിഡൻസ് ഉണ്ട്, അതിനകത്ത് പറയുന്ന കൊറോബറേറ്റീവ് എവിഡൻസ് ആണ്. ഇപ്പം അതുകൊണ്ടാണ് പല ആൾക്കാർക്കും റിയൽ ഫോറൻസിക്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെബ് സീരീസ്, സിനിമ ഉള്ള നോളജേ ഉള്ളൂ. വാട്ട് എക്സാക്ട്ലി വി ആർ ഡൂയിങ് പല ആൾക്കാർക്ക് അറിയില്ല. സോ പല ആൾക്കാരും, പല സ്റ്റുഡൻസും ഇപ്പൊ ഇന്റർവ്യൂ നടക്കുമ്പോൾ പോലും, നമ്മള് ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും എപ്പോഴും പറയാം, സാർ ഐ വാസ് സോ ഫാസിനേറ്റഡ് ബൈ ദിസ് വെബ് സീരീസ്. എസ്പെഷ്യലി പണ്ട് ഈവൻ നമ്മളതിനെ ഫോർമലി അതിനെ പറയുന്നതാണ് CSI എഫക്ട്. അങ്ങനൊരു ഫിനോമിന തന്നെയുണ്ട്, CSI എഫക്ട്. അതായത് പലപ്പോഴും ഇപ്പൊ ഇപ്പത്തെ നമ്മുടെ ഒരു CSI ഇതാണ് ഇവിടുത്തെ സോണി ചാനലിൽ ഉണ്ടായിരുന്ന CID. ഓർക്കുന്നില്ലേ? പലപ്പോഴും CID എന്ന് പറഞ്ഞ സീരീസിൽ കണ്ടുകൊണ്ടുന്ന ഒബ്സർവ് ആയ കാര്യങ്ങളായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നത് ഇങ്ങനത്തെ സീരീസ് കണ്ടിട്ടാണ്. നമ്മൾ പറഞ്ഞ ഒരു പ്രൊഫൈലിങ്ങിനെ പറ്റിയായിരുന്നു. അപ്പം ഈ പറഞ്ഞ പ്രൊഫൈലിംഗിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈം എടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം ഡ്യൂറേഷൻ ഇസ് എ വെരി ബിഗ് പ്രോബ്ലം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പെർമിഷൻ, പിന്നെ ഈ പറഞ്ഞ വ്യക്തി നമ്മളോട് കൃത്യമായിട്ട് സഹകരിക്കണം. റാപ്പോ ബിൽഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ പോലീസുകാരല്ല, ഓക്കെ, വി ആർ നോട്ട് എ യൂണിഫോം പോലീസ് ഓഫീസേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ പോലെ സോ കോൾഡ് സൈക്കോളജിക്കൽ അസസ്മെന്റ്സ്. നമ്മളിവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് യൂസ് ചെയ്യുന്ന അസസ്മെന്റ്സ് തന്നെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അതിനെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ TAT നമ്മൾ യൂസ് ചെയ്യും. TAT ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. നമ്മൾ തീമാറ്റിക് ടെസ്റ്റ് നമ്മൾ സാധാരണ ക്ലിനിഷ്യൻസ് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ റോഷാക്ക്. കാരണം ആൾക്കാർ ഇപ്പം റോഷാക്ക് മൂവി വന്നുകൊണ്ട് റോഷാക്ക് ടെസ്റ്റ് അറിയാം. ഇതെല്ലാം പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. ഇത് നമ്മൾ ഫോറൻസിക് പേഷ്യൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇന്റേൺഷിപ്പ് പോകുന്ന സമയത്ത് ഞാൻ ചെയ്തത് തമിഴ്നാട് FSL തന്നെയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എന്നെ പഠിപ്പിക്കാൻ വന്നത്. 3rd സെമസ്റ്ററിൽ പഠിപ്പിക്കാൻ വന്ന ഭാസ്കരൻ സാറിന്റെ കൂടെ പിന്നീട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ FSL സാറിനെ മോസ്റ്റ്ലി ഡ്യൂറിങ് Thursdays and Fridays അധികം കേസ് ഇല്ലാത്ത സമയത്ത് സോ ഹി വിൽ ഇൻവൈറ്റ് മീ. അങ്ങനെയാണ് കൂടുതൽ ഒരു ലാബിൽ എന്ത് നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് ലാബില് ഇപ്പം നമുക്ക് ക്രൈം സീന്റെ കാര്യം അറിയാം. ഈ സാധനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഫോറൻസിക് ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എവിഡൻസ് നടക്കുന്നുള്ളത്, എങ്ങനെയാണ് അതിന്റെ അനാലിസിസ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി ഒന്നും കണ്ടിട്ടില്ല. എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഭാസ്കരൻ സാറിന്റെ ഹെൽപ്പോടെയാണ് ഞാൻ എവിഡൻസുകളെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആദ്യമൊക്കെ സാറിന്റെ കൂടെ നിൽക്കും.
സാർ ആദ്യം എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഒരു സാധാരണ ഒരു ലാബ് അസിസ്റ്റന്റ് ഇല്ലേ, ഒരു ലാബ് അസിസ്റ്റന്റ് വർക്ക് തുടങ്ങിയിട്ടാണ്, മീൻസ് ഒരു ലാബ് അസിസ്റ്റന്റ് ചെയ്യേണ്ട ജോലി തുടങ്ങിയിട്ടാണ് ഞാൻ മറ്റ് ഫോറൻസിക്കിലേക്ക് പോയത്. അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വയർസ്, ടെസ്റ്റ് ട്യൂബ്സ്, ബീക്കേഴ്സ്, ഇതൊക്കെ എന്നെ കൊണ്ട് ആദ്യം കഴിപ്പിക്കും. അതിന് ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാണ് നമ്മളതിനെ ഒരു ലാബിൽ നമ്മൾ കാണേണ്ടത്, എല്ലാം പ്രോപ്പറായിട്ട് കഴുകുക, അതൊക്കെയായിരുന്നു ആദ്യത്തെ കുറച്ചൊരു ഏകദേശം ഒരു മാസം തന്നെയായിരുന്നു പരിപാടി. പിന്നെയാണ് സാറ് പതുക്കെ എവിഡൻസ് അനലൈസ് ചെയ്യുന്നത് സാറിന്റെ കൂടെ നിർത്തി ചെയ്യിക്കും. അങ്ങനെ പിന്നീട് നമുക്ക് ഈ പറഞ്ഞ അവിടെ ഓൾറെഡി കേസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് കഴിഞ്ഞുള്ള കുറെ സാമ്പിൾസ് ഉണ്ട്, അതിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ ചെയ്യിപ്പിക്കും. സാറിന്റെ മീൻസ് സാറ് വേണം, ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങി. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. ഒരുപാട് ഡോക്യുമെന്റേഷൻ ഉണ്ട് ഫോറൻസിക് ലാബില്. അപ്പൊ എല്ലാം റൈറ്റ് ഫ്രം ദ സ്ക്രാച്ച് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എന്നെ അന്നത്തെ എന്റെ മെന്റർ, അതായത് ഭാസ്കരൻ സാറും അന്നത്തെ എന്റെ HOD തിലകരാജ് സാറ്, പിന്നെ അന്നത്തെ FSLന്റെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു പുന്നസ്വാമി, അങ്ങനെയാണ് സാറിന്റെ പ്രതി പ്രവർത്തകർ പുന്നസ്വാമി, അങ്ങനെയാണ് സാറിന്റെ പേര്. സാറ് കൂടെ എന്നെ റെഫർ ചെയ്യുന്നു GFSUലേക്ക് ആസ് എ ട്രെയിനി. അങ്ങനെ ഞാൻ ഗുജറാത്തിൽ ചെല്ലുന്നു. ആദ്യം ഒരു മാസം ട്രെയിനി, പിന്നീട് വാസ് ഓൺ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റില് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2 വർഷം അവിടെ ആയിരുന്നു. ഞാൻ ഗുജറാത്ത് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ പ്രൊഫസർ ഡോക്ടർ CR മുകുന്ദൻ സാറ്, വൺ ഓഫ് ദ പൈനിയർ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് ന്യൂറോ സൈക്കോളജി, സാർ നിംഹാൻസിലെ പ്രൊഫസർ ആയിരുന്നു. സാറായിരുന്നു ടെക്നിക്കലി ബ്രോട്ട് മീ ഇൻ ടു ദിസ് ഫീൽഡ് ഓഫ് ഫോറൻസിക് സൈക്കോളജി. സാർ ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലും പ്രോപ്പറായിട്ട് എന്നെ മെന്റർ ചെയ്തു. അപ്പം സാറിന്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ഫോറൻസിക് സൈക്കോളജിയുടെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പുസ്തകം പഠിച്ചോ അല്ലെങ്കിൽ വായിച്ചു പഠിച്ചിട്ടുള്ള നോളജ് എനിക്ക് വളരെ കുറവാണ് ആ സമയത്ത്. ഞാനൊരു പ്രോപ്പറായിട്ട് തിയറിയെ ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ തിയറി പ്രോപ്പറായിട്ട് ആ പ്രാക്ടിക്കൽ, കാരണം എനിക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, തിയറിറ്റിക്കൽ നോളജ് ഇല്ല. ഈ രണ്ടും പ്രോപ്പറായിട്ട് ബ്രിഡ്ജ് ചെയ്തത് ഞാൻ അധ്യാപകനായതിനു ശേഷം മാത്രമാണ്. മനസ്സിലായി. ടീമില് എല്ലാവരുടെയും ഡ്യൂട്ടി എങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്? സാധാരണ ഫിംഗർ പ്രിന്റിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സ് ഉണ്ട്, ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്കൊരു ഫിംഗർ പ്രിന്റ് വ്യൂവിലെ ജോലി കിട്ടുന്ന ആൾക്കാർ ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഫിംഗർ പ്രിന്റ് സെർച്ച് ചെയ്യുക യൂസിങ് ലൈറ്റ് സോഴ്സസ്, പല ലൈറ്റ് സോഴ്സസ് യൂസ് ചെയ്ത് നമ്മൾ ഫിംഗർ പ്രിന്റ് കണ്ടുപിടിക്കുക. ഏകദേശം സർവീസിൽ കയറി ഇപ്പം സാധാരണ ഇപ്പോഴത്തെ കേരള PSC അനുസരിച്ച് മിനിമം ഒരു, അതായത് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ആവാൻ MSc കെമിസ്ട്രി ആണ്, MSc ഫിസിക്സ് ഓർ കെമിസ്ട്രി ആണ്. അതിൽ കയറി 3 വർഷം കഴിഞ്ഞ് നമുക്കൊരു എക്സാമിനേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സ് എക്സാമിനേഷൻ, ഓൾ ഇന്ത്യ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സ് എക്സാമിനേഷൻ. അതിന് തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് ഈ പറഞ്ഞ നാഷണൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഡൽഹിയിൽ നടത്തുന്ന എക്സാമിനേഷൻ ആണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ്. നമ്മളത് ക്ലിയർ ചെയ്ത് ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ, അതിന് കട്ട് ഓഫ് ഉണ്ട്. ക്ലിയർ ചെയ്താൽ ആ പറയുന്ന കട്ട് ഓഫ്, എല്ലാ വർഷവും ഓരോ കട്ട് ഓഫ് ഉണ്ട്, അത് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ യു വിൽ ഗെറ്റ് സംതിങ് കോൾഡ് ആസ് യു വിൽ ബിക്കം എ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പേഴ്സൺ വിൽ സ്റ്റാർട്ട് കളക്ടിങ് ദ ഫിംഗർ പ്രിന്റ്സ്, എക്സാമിൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ നമ്മൾ ടെസ്റ്റിഫൈ ചെയ്യും, കോർട്ട് ഓഫ് ലോയിൽ പോയി നമ്മൾ ടെസ്റ്റിഫൈ ചെയ്യും. ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന വളരെ പ്രിമിറ്റീവായ കൺവെൻഷണൽ ആയ മെത്തേഡ്സ് ആണ്. ഇന്ന് നമ്മളിപ്പം നമുക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്. അതാണ് നമുക്ക് ഫോറൻസ്കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത്യാവശ്യം ട്രെയിനിങ് കൊടുക്കുന്നത്. ഞാൻ ഫോറൻസ്കോപ്പിൽ ട്രെയിൻഡ് ആണ്. അതൊരു US ബേസ്ഡ് ഒരു കമ്പനിയാണ്. അവരാണ് ഈ ഫോറൻസിക്കിന്റെ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ. ഫോറൻസ്കോപ്പ് ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി, യൂട്യൂബിലോ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക്, അതായത് ഇപ്പം കൂടുതൽ ആൾക്കാർ പൗഡർ മെത്തേഡാണ് നമ്മൾ കൂടുതൽ ഫിംഗർ പ്രിന്റിൽ ചെയ്യുന്നത്. സിനിമയിൽ കണ്ടുള്ള പൗഡർ മെത്തേഡ് അല്ലേ. ഇതൊന്നും അതിന്റെ ആവശ്യമില്ല. ഇത് ലൈറ്റ് സോഴ്സ് വെച്ച് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഫിംഗർ പ്രിന്റ് നമുക്ക് ലൈറ്റ് സോഴ്സ് വെച്ച് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പൗഡർ മെത്തേഡ് ഇല്ലാതെ ഈ പറഞ്ഞ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് ലൈറ്റ് സോഴ്സ്, അതിനകത്ത് UVS ഉണ്ട്, IR ഉണ്ട്, പല വേവിലുള്ള IR UV റേസസ് യൂസ് ചെയ്തിട്ട് അല്ലാതെയുള്ള പല ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ലൈറ്റ് സോഴ്സ് എന്ന് പറയും, അത് യൂസ് ചെയ്തിട്ട് ഒരുപാടുണ്ട് അതിനകത്ത്.
നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ പൊടി ഇടുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇപ്പം പല ആൾക്കാരും മാസ്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള വെക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭയങ്കര ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് പൗഡേഴ്സ് ആർ കെമിക്കൽസ്. അപ്പൊ എന്ത് പറ്റും, ചില ആൾക്കാർക്ക് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ചിലപ്പം ഓവർ പീരീഡ് ഓഫ് ടൈം ഒരുപാട് ചിലപ്പം റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് അതായത് ഈ ഫോറൻസിക്കിൽ തന്നെ ഒരുപാട് ഹസാർഡ്സ് ഉണ്ട്. ഇപ്പം ഈവൻ കേരള പോലീസ് അക്കാഡമിയിൽ പോലും ഒരു ഏകദേശം 4-5 വർഷമായതേ ഉള്ളൂ MSc ഫോറൻസിക് സയൻസ് കോഴ്സ് കൊണ്ടുവന്നിട്ട്. അപ്പൊ ഇതിന് പ്രോപ്പർ കോഴ്സ് ആയിട്ട് തന്നെ കേരള ഗവൺമെന്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 4-5 വർഷമായതേ ഉള്ളൂ. അത് 4-5 വർഷമായതേ ഉള്ളൂ ഏകദേശം. സോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബ്രിഡ്ജിങ് നടക്കുന്നില്ല. അതായത് ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ഒരു കൺവെൻഷണൽ ആയ മെത്തേഡ്സ് ആണ് ഇപ്പോഴും ഈ ഫോറൻസിക്, അല്ലെങ്കിൽ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഫോളോ ചെയ്യുന്നത്. എനിക്കൊരു നല്ലൊരു റിസർച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഐ എം ഹാവിംഗ് പീപ്പിൾ ഫ്രം US, ഐ എം ഹാവിംഗ് പീപ്പിൾ ഫ്രം UK, ഓസ്ട്രേലിയ, ഈവൻ ഫ്രം ജർമ്മനി. അപ്പൊ എനിക്കൊരു റിസർച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ആ റിസർച്ച് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടാറുണ്ട്. ഇപ്പം ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷന്റെ ഞാനിപ്പം നമ്മൾ സാധാരണ ഒക്കെ നമ്മൾ പിള്ളേരെ കൊണ്ട് വരപ്പിക്കും. ഞാൻ ഈ പറഞ്ഞല്ലോ ക്രൈം സീന്റെ പ്രോപ്പർ സ്കെച്ചിങ് ഉണ്ട്. ഞാനിപ്പോ അത് പഠിപ്പിക്കുന്നത് പ്യുവർലി ബേസ്ഡ് അപ്പോൺ സോഫ്റ്റ്വെയർസ്. ഇപ്പോഴത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് നമുക്കത് മേടിക്കണമെങ്കിൽ പൈസയുണ്ട്. സോ ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടും ഞാൻ ആ കമ്മ്യൂണിറ്റി മെമ്പർ ആയതുകൊണ്ടും സോ എനിക്ക് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ. പിന്നെ ഞാൻ അവർ റിക്വസ്റ്റ് ചെയ്ത് 30 days ട്രയല് പിള്ളേർക്ക് കൊടുക്കും. അവരുടെ ലാപ്ടോപ്പിൽ, എല്ലാവർക്കും അത്യാവശ്യം ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കും. ഫോറൻസിക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ പഠിപ്പിക്കുന്ന പോലെ ഓക്കെ ഒരു പറയുന്ന പോലെ സോ കോൾഡ് ഒരു ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കെമിക്കൽ ഇതാണ് അതിന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്ര എമൗണ്ട് ഓഫ് 1 gram ഓഫ് സോൾട്ട് എടുക്കുന്നു, അതിനെ മിക്സ് ചെയ്യുന്നു, ഇതാണ് അതിന്റെ റിസൾട്ട്. ഇങ്ങനെയല്ലല്ലോ പഠിപ്പിക്കണേ. ക്രൈം സീൻ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സിമുലേറ്റ്, ഒരു സ്റ്റുഡൻസിനെ നമുക്കൊരു റിയൽ ക്രൈം സീനെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല, നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ സിമുലേറ്റ് ചെയ്യുമ്പം അത്രയും ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതുപോലെയാണ് നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നത്. സിമുലേറ്റ് ചെയ്യുന്ന പോലെ അത്ര ഒരു നിയർലി 90% ഓഫ് പെർഫെക്ഷൻ കിട്ടുന്ന രീതിയിലാണ്. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ ഇപ്പം കർണാടകയിലാണെങ്കിൽ നമുക്ക് സീൻ ഓഫ് ക്രൈം ഓഫീസേഴ്സ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ച പിള്ളേർ തന്നെയാണ് അതിനകത്ത് ഇപ്പൊ സീൻ ഓഫ് ക്രൈം ഓഫീസേഴ്സ് കർണാടക സ്റ്റേറ്റ് പോലീസിന്റെ. സോ എനിക്ക് നല്ലൊരു സ്റ്റുഡൻസ് ആയിട്ട് റാപ്പ് ഉള്ളത് കൊണ്ട് സോ ഐ ഡെഫിനറ്റ്ലി ഫോറൻസിക് ഈസ് ഓൾ അബൌട്ട് നെറ്റ്വർക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫൈലിംഗ് പറഞ്ഞല്ലോ, ക്രൈം ചെയ്ത ഒരാളെ സംബന്ധിച്ചിട്ട് നമുക്കത് ചെയ്യേണ്ട ഒരവസ്ഥ വരാം. അത് കോർട്ട് ഓർഡറുണ്ടോ വല്ലതും വരാം. പ്രൊഫൈലിംഗ് നമ്മൾ പറയുമ്പം ആൾക്കാർ പെട്ടെന്ന് ഈ ക്രിമിനൽ പ്രൊഫൈലിങ്ങിനെ പെട്ടെന്നാവും. ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതും സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാണ്. അതായത് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതും സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ഒന്നാണെന്നാണ്. സോ ആ ടേം യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് പ്രൊഫൈലിംഗ് ഓഫ് ആൻ അൺനോൺ പേഴ്സൺ. അതായത് ക്രൈം സീനിൽ ചെന്ന് ക്രൈം സീനിൽ ഇപ്പം ഡെഡ് ബോഡിയിലെ ഇഞ്ചുറീസ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ക്രൈം സീനിലെ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് സീരിയൽ കില്ലേഴ്സിലാണ്. ഓക്കെ, എസ്പെഷ്യലി US, എസ്പെഷ്യലി നമ്മൾ സീരീസിലും കാണുന്നത് ഈ ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്നുള്ള സോക്കോൾഡ് സാധനം കാണുന്നത് പാറ്റേൺസ്, അതിന്റെ എസ്പെഷ്യലി ദ ട്രേറ്റ്സ്, പാറ്റേൺസ്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയില് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇപ്പോഴും ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. നമുക്ക് പ്രൊഫൈലിംഗ് ഡിപ്പാർട്ട്മെന്റേ ഇല്ല. അതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഈ മൂവീസിലും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങൾ FBI ഇപ്പം പറയുകയാണെങ്കിൽ ബിഹേവിയറൽ സയൻസ് യൂണിറ്റ്, FBI കീഴിലുള്ള ഒരു യൂണിറ്റ് ആണ്. അതായത് FBI ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്. അതൊന്നാമത്തെ യൂണിറ്റ് ബിഹേവിയറൽ സയൻസ് യൂണിറ്റ്. ഇവരാണ് ഈ പറഞ്ഞ ക്രിമിനൽ പ്രൊഫൈലിംഗ് നടത്തുന്നത്. എസ്പെഷ്യലി സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ സീരിയൽ റേപ്പസ്, സീരിയൽ കില്ലിംഗ് ഇൻവോൾവ് ആയ കേസുകളിൽ പ്രൊഫൈൽ ചെയ്യുന്നത്. അതായത് ക്രൈം സീനിൽ ചെന്ന് ഒരേ പാറ്റേൺ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കി പ്രൊഫൈൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ക്രിമിനൽ പ്രൊഫൈലേഴ്സ്. അവര് സൈക്കോളജിസ്റ്റ് അല്ല. ഇറ്റ്സ് എ ടീം, ഇറ്റ്സ് അഗൈൻ എ ടീം ഓഫ് പീപ്പിൾ ഫ്രം ഫോറൻസിക്, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സും ക്രിമിനോളജിസ്റ്റും ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളും. ഇതൊരു ടീമാണ്. ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ പറഞ്ഞ എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ ക്രിമിനോളജിസ്റ്റ് ആൻഡ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, they try to identify the patterns, traits, everything.
ആൻഡ് ദേ മേക്ക് എ പ്രൊഫൈൽ. അപ്പം വ്യക്തി ഇല്ല ഇവിടെ ഒരു എക്സ് ഓർ വൈ. എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ ചെയ്തതിനു ശേഷം ആ പ്രൊഫൈല് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുന്നു. ആ പ്രൊഫൈലിൽ പെട്ട ഒരാളെ സസ്പെക്ട് ആയിട്ട് അല്ലെങ്കിൽ അവര് സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ മാച്ച് ചെയ്യുന്നോണ്ട് നോക്കി സസ്പെക്ടിനെ നാരോ ഡൗൺ ചെയ്യുന്നു. ഇതാണ് ക്രിമിനൽ പ്രൊഫൈലിംഗ്. സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം എന്റെ മുമ്പിലുണ്ട്, ഞാൻ വരുണെ പ്രൊഫൈൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ്. മനസ്സിലായോ? ഇപ്പം എന്റെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യന്റ്, സാധാരണ ഒരു ക്ലിനിക്കൽ സെറ്റിംഗിൽ എന്റെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യന്റ്, എനിക്ക് ആ പേഷ്യന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ആർ ഇമ്പോർട്ടന്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫോറൻസിക് അസസ്മെന്റ് യു ആർ സെക്കൻഡറി ടു മീ. നിങ്ങൾ എനിക്ക് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ആരാ? കോടതിയാണ്. കാരണം കോടതിയിൽ നിന്നാണ് ഓർഡർ വരുന്നത്. സോ അതിനകത്ത് പലതരത്തിലുള്ള അസസ്മെന്റ് ഉണ്ട്. ടൈം ബോണ്ട് അസസ്മെന്റ് എന്ന് പറയും. ടൈം ബോണ്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോടതി പറയും ഇന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ സംശയമുണ്ട്. സോ യു ഗോ ഫോർ അസസ്മെന്റ് വിത്തിൻ ദീസ് മെനി ഡേയ്സ് ഐ വാണ്ട് റിപ്പോർട്ട്. ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞ ഒരു ഇൻഫോർമേഷൻസും ആ പർട്ടിക്കുലർ സസ്പെക്ടിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്കില്ല. ഒരു പോലീസുകാരൻ എന്തറിയാം? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോ ഒരു സബ് ഇൻസ്പെക്ടറിനോ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടറിനോ ആ വ്യക്തിയെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. ഓക്കെ, അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പരിചയം അല്ലെങ്കിൽ ഹാർഡ്ലി ഇൻട്രോഗേഷൻ സമയത്തുള്ള പരിചയം അത്രല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ വി നീഡ് ടു അഡ്മിറ്റ് ദ പേഴ്സൺ. അപ്പൊ എന്തുവരും നമുക്കൊരു ഹോസ്പിറ്റൽ വേണം. ആളെ നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നമുക്ക് ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യണം. അതിന് പ്രോപ്പർ ഒരു സൈക്കാട്രിക് വാർഡ്, ഫോറൻസിക് സൈക്കാട്രിക് വാർഡ് വേണം. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കൊരു ഒരു പർട്ടിക്കുലർ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, ദെൻ ഫൈൻ, ദെൻ വി ക്യാൻ ഈ പറഞ്ഞ പോലെ മറ്റ് മെന്റൽ ഹോസ്പിറ്റലൈസ് കൊണ്ടുപോകാം. പക്ഷെ ആള് നോർമൽ ആണെങ്കിലോ എവിടെ കൊണ്ടുപോകും? അപ്പൊ നമുക്ക് ഫോറൻസിക് സൈക്കാട്രിക് വാർഡ്സ് വേണം. അല്ലെങ്കിൽ അസസ്മെന്റിന് വേണ്ടി ഇവരെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അവരെ ഈ പറഞ്ഞ പോലെ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻവോർഡ് അസസ്മെന്റ് നടത്തണം. ഞാൻ ചോദിച്ചു വന്നു, ഇപ്പൊ ഞാൻ മുന്നിരിക്കുന്നു ആസ് എ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. നമ്മുടെ അസസ്മെന്റ് പ്രകാരം നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി അസസ്മെന്റ്സ് വെച്ചിട്ടായാലും നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി നമുക്ക് അസസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അസസ് ചെയ്യാം. ഇത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത്? എങ്ങനെ ആളുടെ ക്രിമിനൽ ബിഹേവിയർ അല്ലെങ്കിൽ ആൾ ക്രൈം ചെയ്യാനുള്ള സാധ്യത, സൂയിസൈഡിലൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി അതിനാണല്ലോ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസ് സൈക്കോളജിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നത്. അതിനാണല്ലോ ഇപ്പം ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യാൻ കേപ്പബിൾ ആണോ എന്ന് പോലും മനസ്സിലാക്കാൻ സൈക്കോളജി അസസ്മെന്റ് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സൈക്കോളജിയിൽ ഞാൻ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പല കോളേജിലും പോകുമ്പം ഈ ആൾക്കാർക്ക് ഈ ക്വസ്റ്റനെയർ ഫില്ല് ചെയ്ത് മീൻസ് പല ആൾക്കാർ എനിക്കറിയത്തില്ല. ഇപ്പം പലപ്പോഴും സൈക്കോളജി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് കൂടുതലും ഈ ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാക്കി. പലപ്പോഴും ഇത് ഓക്കെ, യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ക്വസ്റ്റനെയർ കൈൻഡ് ഓഫ് ഈ ലിക്വിഡ് സ്കെയിൽ ഫോളോ ചെയ്യുന്ന യൂസ് ചെയ്യാം. ടു ആൻ എക്സ്റ്റെന്റ് ഇസ് ഗുഡ്, ബട്ട് ദ ബെസ്റ്റ് ഇസ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് ദ ബെസ്റ്റ്. ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ മാനിപ്പുലേഷൻ സാധ്യമല്ല. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, സോ ഐ ആം ട്രെയിൻഡ് ഇൻ TAT റോഷാക്ക്, പിന്നെ എനിക്ക് സെന്റൻസ് കംപ്ലീഷൻ, ഈ മൂന്നും കൃത്യമായിട്ട് എനിക്ക് അനലൈസ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര എന്റെ പേഴ്സണലി ആയിട്ട് ഒരു ഫോറൻസിക് സൈക്കോളജിക്കൽ ലാബ് സെറ്റിംഗില് എനിക്ക് വന്നൊരു കേസായിരുന്നു അന്നത്തെ ഒരു നാർക്കോ അനാലിസിസ് കേസ് സാറിന്റെ കൂടെ ചെയ്തത്. ഇത് ദേ ആർ ഫ്രം കശ്മീർ. ഇത് ഒരു പ്രാവശ്യം ഞാൻ സാധാരണ 9 മണിക്ക് ഞങ്ങളുടെ ലാബ് തുടങ്ങും, സാർ 9:30 ആകുമ്പോഴും. അപ്പം ഞാനും സാറും പിന്നെ 2-3 സയന്റിഫിക് ഓഫീസേഴ്സ് അവിടുത്തെ. ഒരു ദിവസം ഞാൻ ലാബിലേക്ക് കയറി വരുമ്പോൾ നമുക്കവിടെ എന്നുവെച്ചാൽ നമ്മളിപ്പം ഫോറൻസിക് ലാബുകളിൽ ഇപ്പം പല ആൾക്കാർക്ക് അറിയില്ലല്ലോ, ഇപ്പം എസ്പെഷ്യലി ഒരു സെൻട്രൽ ലാബ്, ഞാൻ ഗുജറാത്തിലായിരുന്നു, നമ്മുടെ DFS ഗുജറാത്തിലെ. അപ്പം ഫോറൻസിക് നമ്മുടെ ലാബിന്റെ വെളിയിൽ ഒരു റിസപ്ഷൻ ഏരിയ പോലെയുണ്ട്. അതായത് പോലീസ് ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ CBI കേസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്. കാരണം ഗുജറാത്ത് സെൻട്രൽ ലാബ് ആയതുകൊണ്ട് നമുക്ക് പല സ്റ്റേറ്റുകളിൽ നിന്ന് കേസ് വരാറുണ്ട്. ഈ കേസ് വന്നത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പം ഞാൻ വരുമ്പം ഒരു 3 സസ്പെക്ട്സ്, 2 പോലീസുകാര്, ഒരാൾ ഒരു ഇൻസ്പെക്ടറാണ്, ഒരാളൊരു സാധാരണ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഒരാള് ഭയങ്കരമായിട്ടൊന്ന് കരയാണ്. ഈ സസ്പെക്റ്റിന്റെ ആള് 3 പേരുള്ള ആള് ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പം ഒരു റിസപ്ഷൻ റൂം അവിടെ ഇരുത്തിയേക്കാണ് അവരെ. അപ്പം ഞാൻ വന്ന്, അപ്പൊ എനിക്ക് കരച്ചിൽ കേൾക്കാം. ഞാൻ അപ്പം ജസ്റ്റ് നോക്കി ആരെ ഇത്രയും കരയുന്ന, ലാബിൽ വന്ന് കരയത്തില്ല, ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക. അപ്പം ഓഫീസർ കശ്മീരാണ്. അപ്പം ഓഫീസർ കണ്ടപ്പം ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആരും നമ്മുടെ ഒരു ലാബ് അറ്റൻഡേഴ്സ് 2 പേരുണ്ട് ഗുജറാത്തികൾ.
അവരകത്താണ്. ഞാൻ ചോദിച്ചു എന്താ വിട്ടിരിക്കുന്നത്, ഞാൻ ഹിന്ദിയിൽ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയ്യ ഞങ്ങൾ ഇതിന് വന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇയാൾ കരയുന്ന ചോദിച്ചു. അപ്പം പറഞ്ഞു സസ്പെക്ട് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം എന്നെ കണ്ടപ്പോൾ അപ്പം വിചാരിച്ചു ഞാനൊരു അവിടുത്തെ ഓഫീസറാണ്. എന്നെ കണ്ടപ്പോൾ ഇയാൾ വീണ്ടും പൊട്ടിക്കരഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല ഹിന്ദിയിൽ ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ ആദ്യമായിട്ടാണ്. കാരണം ഒരു സസ്പെക്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പം അവരോട് അവിടെ അപ്പം ഹെഡ് കോൺസ്റ്റബിൾ പുള്ളിയെ പിടിച്ചിരുത്തി അവിടെ ഇരുത്തി കരയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൺസോൾ ചെയ്തു. ഞാനകത്ത് പോയി നമുക്ക് ലോഗിൻ ഉണ്ട്, നമ്മൾ ലോഗിൻ ചെക്ക് ചെയ്ത് ഫിംഗർ പ്രിന്റ് കൊടുത്ത് തിരിച്ചു വന്നപ്പം സാറ് പതുക്കെ വരുന്നു. പിന്നെ ഈ പറഞ്ഞ കേസ് അപ്പം നമുക്ക് ഒരു കേസ് അല്ലെങ്കിൽ സാധാരണ ഒരു കേസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കേസ് നമ്മളിൽ വരും. അതായത് FIR ഇപ്പം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്താണെങ്കിൽ ചാർജ് ഷീറ്റ് ഉണ്ടെങ്കിൽ ചാർജ് ഷീറ്റ്, അല്ലെങ്കിൽ ഇപ്പം ഫോറൻസിക് റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട്, മെഡിസിൻ ഫോറൻസിക് ഓട്ടോപ്സി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓട്ടോപ്സി റിപ്പോർട്ട്, അങ്ങനെ എന്തൊക്കെ റിപ്പോർട്ട്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, എന്തൊക്കെ ഇപ്പം ക്രൈം സീൻ ഫോട്ടോഗ്രാഫ്സ്, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അത് A to Z ഇൻഫോർമേഷൻ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. പിന്നെ ഒരു ഡീബ്രീഫിങ്ങിന് വേണ്ടി വന്നു. ബ്രീഫിങ്ങിന് വന്ന് സയന്റിഫിക് ഓഫീസർ ഉണ്ടായിരുന്നു, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം മാഡമാണ് ഞങ്ങളുടെ മാം പ്രിയങ്ക മാമിന്റെ പേര്. ആ മാമിന്റെ അടുത്ത് വന്നു, ഹിന്ദിയിൽ പറയുന്നു. സോ അവർക്ക് എന്താ ഓഫീസേഴ്സാണ്, പോലീസ് ഓഫീസേഴ്സാണ്, ഇംഗ്ലീഷ് അത്ര പ്രൊഫഷൻസി ഉള്ള ആൾക്കാരല്ല. അവർ കേസ് പറയുന്നു. അപ്പം കൃത്യമായിട്ട് എന്നോട് FIR നമ്പർ പറയുന്നു സാറ്. മാം പറയുന്നു എന്താണ് FIR നമ്പർ. അപ്പൊ കൃത്യമായിട്ട് എനിക്ക് കേസ് ആണെന്ന് മനസ്സിലാക്കി. ആദ്യം നമ്മൾ ചെയ്യുന്നത് സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളന്ന് ആ വ്യക്തികൾ ചെയ്ത് ബെൻഡർ ഗസ്റ്റാൾട്ട് ടെസ്റ്റ് ചെയ്തു, റോഷാക്ക് ചെയ്തു, TAT ചെയ്തു, ഇന്ത്യൻ വേർഷൻ. ഇത് മൂന്നിലും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഇവര് നിരപരാധികളാണ് എന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലായി. സോ നമ്മൾ ഇവർക്ക് ഒന്നാമത്തെ കാര്യം ബെൻഡർ ഗസ്റ്റാൾട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ക്രൈം അല്ലെങ്കിൽ മാനിപ്പുലേഷൻ, കാരണം ഇവർക്ക് അധികം വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ അവര് കുറ്റകൃത്യം ചെയ്യണം നിർബന്ധമൊന്നുമില്ല, മീൻസ് ചെയ്യാതിരിക്കണം നിർബന്ധമൊന്നുമില്ല. സോ ഡെഫിനറ്റ്ലി നമ്മളത് ബെൻഡർ ഗസ്റ്റാൾട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു ക്രിമിനൽ എലിമെന്റ്, ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് നള്ളിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബെൻഡർ ഗസ്റ്റാൾട്ടും ഈ പറഞ്ഞ പോലെ റോഷാക്കിലും ഈ പറഞ്ഞ TATയിലും നമുക്ക് ആ പറയുന്ന ഒരു പർട്ടിക്കുലർ കുറ്റകൃത്യം, ആ പർട്ടിക്കുലർ അവര് സസ്പെക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കേസ് എത്ര ഉള്ളായിരുന്നു, ഇവര് 4 കൂട്ടുകാര്, അവരൊരു ദിവസം കശ്മീർ, എനിക്കൊന്ന് കുപ്വാര ഏരിയയിലുള്ള ആൾക്കാരാണ്. അവരൊരു വീടിന്റെ ടെറസിൽ പോയി, അതൊരു ബിൽഡിംഗ് പണിയുന്ന ഒരു ബിൽഡിംഗ് ആണ്, അതിനകത്ത് ഒരു കൺസ്ട്രക്ഷനിൽ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ആയിരുന്നു. അതൊരു ഈ പറഞ്ഞ മരിച്ച ഒരു വ്യക്തി, ആ 3-4 പേരിൽ ഒരാളുടെ വീടാണത്. അവര് മേളിൽ പോയി ഡ്രിങ്ക്സ് കഴിക്കുന്നു. ഡ്രിങ്ക്സ് കഴിച്ച് അവരവിടെ അത്യാവശ്യം ആടിപ്പാടി പ്രശ്നമൊന്നും ഉണ്ടാവാതെ പോകുന്നു. പക്ഷെ പിറ്റേ ദിവസം വരുന്നതിന് നോക്കുമ്പോൾ ഒരാള് നിലത്ത് വീണ് മരിച്ചു കിടക്കുന്നു, ഇതിലൊരാള്. അപ്പം ഈ മരിച്ച വ്യക്തിയുടെ ഫാമിലി പറഞ്ഞു ഇവന്മാരാണ് കൊന്നത്, ഇതാണ് കേസ്. ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നു ഇതാണ്, ഇവര് 3 പേരും വെള്ളം അടിച്ചതിന് ശേഷം കൊന്നതാണ് അല്ലെങ്കിൽ വാക്ക് തർക്കം വന്നു എന്ന് കൊന്നതാണെന്ന് പറയുന്നു. ഇതായിരുന്നു കേസ്. ഇവര് പറയുന്നത് ഞങ്ങൾക്ക് നാർക്കോ ചെയ്യണം, കാരണം ഇവരോട് ആരൊക്കെയോ പറഞ്ഞു നാർക്കോ ചെയ്താൽ സത്യം അറിയാം. അപ്പം ഇവര് നാർക്കോ നമ്മൾ എഗ്രിമെന്റ് ഉണ്ട്. കാരണം എസ്പെഷ്യലി നാർക്കോ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിക്കൽ അസസ്മെന്റ്, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ ആർട്ടിക്കിൾ സെക്ഷൻ 21 ക്ലോസ് 3 നോ പേഴ്സൺ ഷാൽ ബി എ വിറ്റ്നസ് അഗൈൻസ്റ്റ് ഹിംസെൽഫ്. അതെ, നമ്മൾ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പോളിഗ്രാഫ്, പിന്നെ ബ്രെയിൻ ഫിംഗർ പ്രിന്റിങ് അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് എന്ന ആൾക്കാർ പറയുന്ന സാധനം, പിന്നെ എന്റെ പ്രൊഫസറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് BEOS, ബ്രെയിൻ ഇലക്ട്രിക്കൽ ഓസിലേഷൻ സിഗ്നേച്ചർ പ്രൊഫൈലിംഗ്. ഓക്കെ, പിന്നെ നാർക്കോ അനാലിസിസ്. ആൾക്കാർ കൂടുതലും വരുന്ന പോളിഗ്രാഫ് ആണ്, പിന്നെ നാർക്കോ അനാലിസിസ്. പക്ഷെ ഇപ്പൊ അത് മാറ്റി BIOS, ബ്രെയിൻ ഇലക്ട്രിക്കൽ ഓസിലേഷൻ സിഗ്നേച്ചർ പ്രൊഫൈലിംഗ് ആക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം അധികം നമ്മൾ നാർക്കോ അനാലിസിസ് എന്റർടൈൻ ചെയ്യില്ല. കാരണം നാർക്കോ അനാലിസിസ് എന്റർടൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ലാബ് സെറ്റപ്പ് അതുപോലെ വേണം, ഹോസ്പിറ്റൽ സെറ്റപ്സ് വേണം, ആൾക്കാര് അനസ്തീഷ്യോളജിസ്റ്റുകൾ, ഡോക്ടേഴ്സ് ഒരുപാട് പേരെ ആവശ്യമുണ്ട്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒരുപാട് ആവശ്യമുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ either the person leads to death or coma. കാരണം നാർക്കോ അനാലിസിന്റെ പ്രൊസീജിയർ ഇറ്റ്സെൽഫ് കാരണം പ്രീ ടെസ്റ്റിന് ഒരുപാടുണ്ട്. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയാണെങ്കിൽ എനിക്ക് പോളിഗ്രാഫിനോ BIOSനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാർക്കോ അനാലിസിനോ വിധേയനാക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ പോയി കൺസെന്റ് ഒപ്പുവെക്കണം. അവര് കൺസെന്റ് ഒപ്പുവെച്ചു നാർക്കോ അനാലിസിന്. ഹാർഡ്ലി നമുക്ക് എല്ലാ അസസ്മെന്റിനും കൂട്ടി 4-5 ദിവസം എടുത്തുള്ളൂ. അതായത് അടുത്ത 6ാമത്തെ 7ാമത്തെ ദിവസം സോ വി വെർ റെഡി ഫോർ നാർക്കോ അനാലിസിസ്. പക്ഷെ ഞങ്ങള് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ, ഞാനും
എന്റെ മാമും ഞങ്ങൾ കൃത്യമായിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഇവൻ സാറ് പോലും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, പ്ലീസ് ഡോണ്ട് ഗോ ഫോർ നാർക്കോ അനാലിസിസ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നാർക്കോ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ബാർബിച്ചറേറ്റ്സ് ആണ്, എസ്പെഷ്യലി സോഡിയം പെന്റോത്തോൾ. ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന സോഡിയം അമൈറ്റാൾസ്, സ്കോപ്പോല, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ചില മെഡിസിൻസ് ഒന്നും പറയുന്നില്ല, ഓക്കെ, കാരണം ഇപ്പൊ ആൾക്കാരെ കൂടുതൽ ഇത് അബ്യൂസ് ചെയ്യാനുള്ള ശ്രമിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരു സെൻട്രൽ നർവസ് സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഈ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, പ്രീ ടെസ്റ്റുകൾ തന്നെ, അതായത് ടെസ്റ്റിന് മുമ്പ് തന്നെ ഒരു പ്രീ ടെസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ഹെൽത്ത്, എന്റെ ബോഡി പ്രൊഫൈലിംഗ് ഉണ്ടാവും, എല്ലാം ഇൻക്ലൂഡിങ് എവറിത്തിങ്. നാർക്കോ അനാലിസിസിന് 8 മണിക്കൂർ മുൻപെയോ അതിന് ശേഷമോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ബോഡിയൊക്കെ ഡീഹൈഡ്രേറ്റ് ആവും, ഒരു വേറെ ലെവലാവും. കാരണം അങ്ങനത്തെ ഒരുപാട് പ്രിക്കോഷൻസ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം നമുക്കത് വലിയൊരു ടോളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ റിസ്കിങ് 3 people. കാരണം ഇവര് 3 പേര് സൈൻ ചെയ്തിട്ടുണ്ട് നാർക്കോ അനാലിസിസിന്. നമുക്ക് തന്നെ അറിയാം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടോൾ ഓൺ ദോസ് പീപ്പിൾ. അവരുടെ ഹെൽത്തിനെ, കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഡ്രഗ്സിനെല്ലാം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മള് ഇതൊരു അതായത് ഒരു നാർക്കോ അനാലിസിസ് സെഷൻ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നിലനിൽക്കും. സോ നമ്മള് അനസ്തീഷ്യോളജിസ്റ്റ് ആണ് ഈ പറയുന്ന സാധനം ട്രാക്ക് ചെയ്യുന്നത്, പൾസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന പൾസ്, ഇവര് കോൺഷ്യസിലേക്ക് വരുന്നുണ്ട്. ഇതൊരു ട്രാൻസ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് നാർക്കോ അനാലിസിസ് നമ്മൾ കെമിക്കൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. 0.1 gram to 1000 ml ഡിസ്റ്റിൽഡ് വാട്ടർ, അതാണ് അതിന്റെ റേഷ്യോ. നമ്മൾ പതുക്കെ ഇഞ്ചക്ട് ചെയ്യുവാണ്. നമ്മൾ ചുമ്മാ ഒരു സാധാരണ ഒരു സിറിഞ്ച് ഇതൊന്നല്ല. ഇതൊരു ആള്, അതായത് കൃത്യമായിട്ട് അവർക്കറിയാം, അനസ്തീഷ്യോളജിസ്റ്റിന് കൃത്യമായിട്ട് അറിയാം ആള് കോൺഷ്യസിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് ടു ദ പേഴ്സൺസ് കോമ. ഒന്നെങ്കിൽ ഡെത്ത് അല്ലെ കോമ ഫോർ ഷുവർ. അതർവൈസ് ദ പേഴ്സൺ വിൽ ബി ഹാവിംഗ് എ പെർമനന്റ് പ്രോബ്ലം. ഇതാണ് നാർക്കോ അനാലിസിന്റെ പ്രശ്നം. ഈ കേസിലേക്ക് വരുമ്പോഴത്തേനും ഇവരെ നാർക്കോ അനാലിസിസ് തന്നെയാണ് അവര് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കൺവിൻസ് ചെയ്തു, സോ വി ക്യാൻ ഗോ ഫോർ പോളിഗ്രാഫ്. അപ്പം സ്ക്രീനിങ് എന്ന രീതിയിൽ നമ്മൾ പോളിഗ്രാഫ് ചെയ്തു. പോളിഗ്രാഫിന് ഇവർക്ക് ഈ പറഞ്ഞ സാധനമില്ല, എലിമെന്റ് ഇല്ല. അപ്പം നമ്മള്, പക്ഷെ അവര് സൈൻ ചെയ്തിരിക്കുന്നത് നാർക്കോയ്ക്കാണ്. നാർക്കോ ഇല്ലാതെ പറ്റത്തില്ല. അൾട്ടിമേറ്റ്ലി നാർക്കോ ചെയ്തു. സോ അൾട്ടിമേറ്റ്ലി അവര് നിരപരാധികളാണെന്ന് മനസ്സിലായി. നമ്മളതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. നമ്മൾ അതിൽ കൃത്യമായിട്ട് അവരോട് നമ്മൾ കൃത്യമായിട്ട് പറയത്തില്ല. ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന പ്രൊസീജിയർ നടക്കുമ്പോഴൊന്നും പോലീസുകാർ നമ്മളോട് ഉണ്ടാവില്ല. നമുക്ക് പലപ്പോഴും ഫോറൻസിക്കില് എന്റെ പ്രൊഫസർ CR മൂന്നൻ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കേസും, അല്ലെങ്കിൽ നമ്മൾ ആസ് ഒരു ഫോറൻസിക് എക്സ്പെർട്ട്, അല്ലെങ്കിൽ ഒരു ഫോറൻസിക് ഡോക്ടേഴ്സ്, ഈവൻ ഡോക്ടേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ, 10 കേസ് എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ 100 കേസ് ചെയ്താൽ, ഓക്കെ, അതിനകത്ത് 5% ഹ്യൂമൻ എറർ ആയിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന 100 കേസുകളിൽ 95% മാത്രമാണ് സക്സസ് ആവുന്നത്. ബാക്കി 5% ഒന്നെങ്കിൽ ഒരു എററിലേക്ക് പോകും. ഇപ്പൊ ഡോക്ടറെ സംഭവിച്ചിടത്തോളം ആ പർട്ടിക്കുലർ സർജറി സക്സസ് ആവത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഒന്നെങ്കിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കണ്ടീഷനിലേക്ക് വരും. ഫോറൻസിക്കിൽ സംഭവിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന 100 കേസുകളിൽ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് 95% മാത്രമായിരിക്കും. 5% നമ്മൾ അറിയാതെയോ ഒന്നെങ്കിൽ നമ്മൾ കുറ്റവാളികളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിക്കും. നമ്മൾ അറിയാതെ തന്നെ, മനസ്സിലായോ? ബയസ്ഡ് ആണ്, അത് ഹ്യൂമൻ എറർ ആണ്. നമുക്ക് 5% ഡിഫോൾട്ട്. നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ സൈക്കോളജി നമ്മൾ സ്റ്റാറ്റസിൽ എടുക്കുമ്പോൾ 5% ആണ്, 0.05 എടുക്കുന്നത്. സാർ പറയുന്നുണ്ട്, യു ലീവ് ദാറ്റ് 5%. യു ലുക്ക് ടു ദിസ് 95 people, 95% ഓഫ് പീപ്പിൾ. ആ 95% നീതി കിട്ടാൻ വേണ്ടി you were an instrument. Because especially when it comes to ഫോറൻസിക്കിന്റെ ഒരു കാര്യം വെച്ചാല്, you are speaking for the unspoken. നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്.